അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങൾക്കും അവരുടെ യുദ്ധവിമാനങ്ങൾക്കും പുല്ലുവിലയാണ് ഇറാൻ നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രമാത്രം ഈ ആയുധങ്ങളെയൊക്കെ നിസാരമായി കാണുന്നു? ലോകത്തെ ഒരുവിധം രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധ സംവിധാനങ്ങളെ ഭയപ്പെടുമ്പോൾ ഇറാൻ എന്തുകൊണ്ട് ഒരു നിലയിലും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇത് കുവൈത്തിൽ നിന്ന് കഴിഞ്ഞ രാത്രി ഉണ്ടായ ഒരു ദൃശ്യമാണ്. അതായത് ഇറാന്റെ മിസൈലുകൾ അമേരിക്കയുടെ അലി സാലിം എന്നറിയപ്പെടുന്ന കുവൈത്തിലുള്ള എയർബേസിന് നേരെ ചീറിപ്പാഞ്ഞ് ഇറാന്റെ മിസൈലുകൾ വരുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും അറിയപ്പെട്ട 3.2 മാക്കിലധികം സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് മിസൈലുകൾ, ഈ മിസൈലാണ് ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട് തിരിച്ച് കുവൈത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ആ മിസൈൽ തൊടുത്തുവിട്ട ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വീഴുന്നത്. നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. ഈ മിസൈൽ പാട്രിയറ്റ് മിസൈൽ ഇറാന്റെ മിസൈലിനെ തകർക്കാൻ വേണ്ടിയാണ് ഇത് ലക്ഷ്യത്തിലേക്ക് പോയത്. പക്ഷെ അത് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ വന്ന് വീഴുന്ന ദുരന്തമായ സാഹചര്യമാണുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനെ തകർക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇറാന്റെ മിസൈൽ പാഞ്ഞു വരുന്നു. അതിനെ തകർക്കാൻ വേണ്ടിയാണ് പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചത്. പക്ഷെ അത് പരാജയപ്പെടുക. രണ്ടാമത് മറ്റൊരു പാട്രിയറ്റ് മിസൈൽ കൂടെ അതിനെ തകർക്കാൻ വരുന്നു. അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ മിസൈലുകളുടെ സ്പീഡും അതുപോലെ തന്നെ അതിന് മാറി സഞ്ചരിക്കാൻ, ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ പ്രതിരോധ മിസൈലുകൾ അടുത്തേക്ക് വരുമ്പോൾ അല്പം ലക്ഷ്യം മാറി സഞ്ചരിക്കാൻ അതിന് സാധിക്കുന്നു. ഇതാണ് ഇറാന്റെ മിസൈലുകളുടെ പ്രത്യേകത. യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എല്ലാവിധ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് പുതിയ സമവാക്യങ്ങൾ ഇറാന്റെ മിസൈലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.